കഥ കേൾക്കാം ഇനി മലയാളത്തിൽ. സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു. സൂര്യ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുന്നു. വേണു, നീ വെള്ളക്കോട്ട് ഇട്ടോണ്ട് എങ്ങോട്ടാ? സൂര്യ, ആശുപത്രിയിലേക്ക്. വേണു, ഇന്നലെ പറഞ്ഞ കാര്യം മറന്നോ? സൂര്യ, ഓ അത് സീരിയസ് ആയിട്ടാണോ പറഞ്ഞ്? വേണു, എടാ ഒന്ന് വാടാ. സൂര്യ, ശരി വാ. രണ്ടുപേരും ബൈക്കിൽ കയറുന്നു. ബുള്ളറ്റ് ബൈക്കാണ്. ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നു. അമ്മാവൻ പറഞ്ഞ സ്ഥലത്തെത്തി. സൂര്യ ബൈക്കിൽ നിന്നിറങ്ങി. അമ്മാവനും. സൂര്യ, നിങ്ങളാണോടാ അമ്മാവനെ തല്ലിയേ? വേണു, അതെ അതെ, മുത്തു വരുന്നു. ഞാൻ മാരിമുത്തു. അതിനാണോടാ ഈ ഗുണ്ടയും വിളിച്ചോണ്ട് വന്നത്? സൂര്യ, എനിക്ക് ആശുപത്രിയിൽ പോകാൻ സമയമായി. മുത്തു, നാണമുണ്ടോടാ തനിക്ക്? ചേട്ടേ, ഇയാളുടെ വാക്കും കേട്ട് വരാൻ. സൂര്യ, മാരിമുത്തുവിനെ അടിക്കാൻ കൈ പൊക്കി. പെട്ടെന്നാണ് സൂര്യയുടെ കയ്യിൽ പിടുത്തം വീണത്. സൂര്യ ആ പിടുത്തമിട്ട ആളുടെ മുഖത്തേക്ക് നോക്കി. സൂര്യയെപ്പോലെ തന്നെ ഒരാൾ, പക്ഷേ അയാൾക്ക് താടിയില്ല. ആദിത്യൻ സൂര്യയുടെ കയ്യിൽ നിന്ന് വിട്ടു. ഇയാൾ ചെയ്ത തെറ്റ്. അംബുജം വാ, ദേ ഈ കുട്ടിയുടെ മുടി വെട്ടി. MAക്കാണ് അവൾ പഠിക്കുന്നത്. ഇവളുടെ കൂട്ടുകാരിയെ ഇങ്ങേര് കിടപ്പറ പങ്കിടാൻ വിളിച്ചു. അവളത് അംബുജത്തിനോട് പറഞ്ഞു. അംബുജം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സൂര്യ അംബുജത്തിനെ നോക്കി. ഈ കുട്ടി കള്ളം പറയില്ല. തിഷമോളെ ഓർമ്മ വരുന്നു. ആദിത്യൻ, ഞാൻ അവളുടെ ഗാർഡിയന്. ഇവളിനി എങ്ങനെ കോളേജിൽ പോകും? ഒരു നാട് മൊത്തമാണ് സാക്ഷി. സൂര്യ, നാണമില്ലേ നിങ്ങൾക്ക്? വേണു, വെറുതെ പറയാ മോനെ. സൂര്യ, താനൊരു പക്കാ ക്രിമിനലാ. പെട്ടെന്നൊരു കാറ് അങ്ങോട്ടേക്ക് വന്നു. ഡോറ് തുറന്ന് ശാന്തിക ഇറങ്ങി. സൂര്യ, തിഷമോൾക്ക് അസുഖം കൂടുതലാ, ഓപ്പറേഷൻ വേണം. സൂര്യ പറഞ്ഞാലേ തിഷമോള് കേൾക്കൂ. ആദിത്യൻ, താൻ പൊക്കോ. വൈകുന്നേരം 4 മണിക്ക് വരണം ഒരൊത്തുതീർപ്പിന്. സൂര്യ ശാന്തികയോടൊപ്പം കാറിൽ കയറുന്നു. ശാന്തിക കാറ് സ്പീഡിൽ വിടുന്നു.